കേരളത്തിൽ ഒരു 26 വർഷം മുമ്പ് കേരളം ആവശ്യപ്പെട്ട ഒരു കാര്യം, അതായത് മൻമോഹൻ സിംഗ് കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയായി വന്ന സമയം മുതൽ കേരളം ആവശ്യപ്പെട്ടതായിരുന്നു കേരളത്തിനൊരു എയിംസ് വേണം എന്നുള്ളത്. പക്ഷേ അത് അവസാനം നരേന്ദ്രമോദി കേരളത്തിൽ വന്നു. 2014 അധികാരമേറ്റ് കേരളത്തിൽ വന്നപ്പോൾ കേരളമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു കേരളത്തിൽ എയിംസ് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പം അവസാനം അങ്ങനെ കുറേ ചർച്ചകളൊക്കെ നടന്നു. അവസാനം ഇപ്പം കേരളത്തിൽ എയിംസ് വരും എന്നുള്ളൊരു തീരുമാനമായിട്ടുണ്ട്. ഒന്നുകിൽ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കോട്ടയത്തോ വെള്ളൂർ. എന്താണ് സാർ ഇതിൻ്റെ കൂടുതൽ വസ്തുത? ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എയിംസ് തെക്കേ ഇന്ത്യയിൽ കേരളത്തിന് അർഹമായ ഒരു സാധനമാണ്. അത് വളരെ മുമ്പേ ലഭിക്കേണ്ടതായിരുന്നു. താങ്കൾ പറഞ്ഞ പോലെ 2000 മുതൽ ഇതിനുള്ള റിക്വസ്റ്റുകളുണ്ട്. 2004 മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്ന കാലം മുതൽ ഇത് നടപ്പിലാക്കും എന്ന് ഏകദേശം പ്രതീക്ഷിച്ചിരുന്നതുമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ 2 ടേമിലും ഈ ഒരു കാര്യം നടന്നില്ല. അതിനുശേഷം പിന്നീട് ഏറ്റവും കൂടുതൽ പ്രഷറുണ്ടായത് ഇപ്പോഴൊക്കെയാണ്. അതായത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് BJP ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ആവശ്യവുമായിട്ട് പലപ്പോഴും മുന്നോട്ട് വന്നത്. പക്ഷെ അന്നും ഈ പറഞ്ഞ പോലെ അത് തടസ്സപ്പെട്ടു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്നുകിൽ കേരളം കൊടുക്കുന്ന റിക്വസ്റ്റ് സ്പെസിഫിക് ആയിരിക്കില്ല. 5 സ്ഥലം സജസ്റ്റ് ചെയ്യും. ആ 5 സ്ഥലത്തിൽ ഏത് വേണമെന്ന് പറയാതിരുന്നാൽ കേന്ദ്രത്തിനൊന്നും നടപടി എടുക്കാൻ പറ്റില്ല. പിന്നെ 5 സ്ഥലം റിക്വസ്റ്റ് ചെയ്തു, അതിൽ കേരള സർക്കാരിന്റെ സ്ഥലമാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവരെടുത്തള്ളും. എടുത്തള്ളുന്ന വെച്ചാൽ പിന്നെ ഇവിടുന്ന് വീണ്ടും റിപ്പോർട്ട് പോയൊക്കെ വരുമ്പോഴേക്കും അതിന്റെ കാലം കഴിയും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഏതാണ്ട് ക്ലിയർ ആയിട്ടുണ്ട്, എയിംസ് ഒരെണ്ണം കേരളത്തിന് അനുവദിക്കും. അത് ഇതിനായിട്ട് ഒരുപാട് പരിശ്രമിച്ചു, വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കേന്ദ്രത്തിന്റെ ഒരു പരിഗണന എവിടെ കൊടുക്കണം എന്നുള്ളതാണ്. സുരേഷ് ഗോപി പറഞ്ഞ സ്ഥലത്ത് കൊടുക്കണോ, അതോ അമിത്ഷാ പറഞ്ഞെടുത്ത് കൊടുക്കണോ? അമിത്ഷാ തിരുവനന്തപുരത്ത് 2024 ഇലക്ഷന് ഒരു കാര്യം പറഞ്ഞിരുന്നു, നമുക്ക് ഏറ്റവും കൂടുതൽ വോട്ട് നൽകുന്ന സ്ഥലത്ത് നമ്മൾ എയിംസ് നൽകും. അപ്പൊ കോർപ്പറേഷൻ കൂടെ വന്നതുകൊണ്ട് തിരുവനന്തപുരത്ത് സാധ്യത കൂടി. ഇപ്പൊ തൃശ്ശൂര് കൊടുത്തെങ്കിലും അത് സുരേഷ് ഗോപിക്ക് കിട്ടിയ ഒരു ലോട്ടറി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം രണ്ടാമത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ കിട്ടിയെങ്കിലും തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് വന്ന നിയമസഭാ ഇലക്ഷനും അവിടെ കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ തിരുവനന്തപുരത്തിന്റെ ബോർഡറിലുള്ള ചാത്തന്നൂരുമായിട്ട് ഈ തെക്കൻ കേരളത്തിൽ ഒരു വലിയ കൊയ്ത്ത് BJP നടത്തുകയും ചെയ്തു. 3 സീറ്റ് അങ്ങനെ പിടിച്ചു. അത് അഭിമാനം രക്ഷിച്ചതാണ്. ഇല്ലെങ്കിൽ BJP തറ പറ്റിയെന്ന് പറഞ്ഞ് ഇവിടെ വീണ്ടും തേച്ചൊട്ടിച്ചേനെ 2 മുന്നണികളും കൂടെ. എന്നാലും അഭിമാനം രക്ഷിച്ചത് ഈ 3 സീറ്റുകൾ പിടിച്ചതുകൊണ്ട്. അതുകൊണ്ട് അമിത്ഷാ പറഞ്ഞത് ആരാണോ BJPക്കൊപ്പം നിൽക്കുന്നത് അവർക്ക് ആയിരിക്കും എയിംസ് എന്നാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞതാണ്. അപ്പൊ തിരുവനന്തപുരത്തിനാണ് സാധ്യത കൂടുതൽ എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. കാരണം അതിന് ഇവിടെ സ്ഥലമുണ്ട്. കാട്ടാക്കട നെട്ടുകാൽത്തേരിക്ക് അടുത്ത് ഏതാണ്ട് 200ഓളം ഏക്കർ വരുന്ന തേവങ്കോട് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അത് ഒരു സജഷനാണ്. രണ്ടാമത്തേത് ഇപ്പോൾ വന്നിരിക്കുന്നത് കോട്ടയത്ത് പഴയ പേപ്പർ മില്ലിന്റെ അവിടെ 700ഓളം ഏക്കർ കിടന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു 217 ഏക്കർ ബാക്കി അവരുടെ പേപ്പർ മില്ല് പുനരാരംഭിച്ചാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അനുബന്ധ ഫാക്ടറികൾ നടത്തിയാലും അതിന്റെ ബാക്കി വരുന്ന ഒരു 217 ഏക്കർ കിടപ്പുണ്ട്. അവിടെ 200 ഏക്കറിൽ നടത്താം എന്ന് ന്യൂസ് പ്രിന്റ് ഫാക്ടറി പഴയ പോപ്പുലർ ആയിട്ടുള്ള. ഇപ്പൊ അത് കാട് കയറി കിടക്കുകയാണ്. അവിടെ എങ്ങും ഒരു വികസന പ്രവർത്തനം നടക്കാതെ. ഇപ്പൊ ഈ കേരള സർക്കാരിന് അതിനൊക്കെ എന്തൊക്കെയോ പദ്ധതികൾ ഉണ്ടെന്ന് തോന്നുന്നു. ഒന്നെങ്കിൽ പേപ്പർ മില്ല് തന്നെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അനുബന്ധ ബിസിനസ്സുകളൊക്കെ അവിടെ ആരംഭിക്കാനുള്ള പരിപാടിയുണ്ട്. എന്നാലും 217 ഏക്കർ ബാക്കി കിടപ്പുണ്ട്. അപ്പൊ അതിൽ ഒരു 200 ഏക്കർ എടുത്ത് തുടങ്ങാം എന്നും ഉണ്ട്. കേരളത്തിൽ നിന്നൊക്കെ ഈ മെഡിക്കൽ കിട്ടി എയിംസ് കിട്ടുന്ന കുട്ടികൾക്ക് കേരളത്തിൽ തന്നെ എയിംസ് ഉണ്ടെങ്കിൽ സുഖമാണ് പഠിക്കാൻ. അതെ, അത് മാത്രമല്ല നമുക്ക് ആധികാരികമായിട്ട് ഒരു കേന്ദ്ര സ്ഥാപനം, ശ്രീചിത്ര മാത്രമേ ഇപ്പം അത്തരത്തിൽ ഒരെണ്ണം ഉള്ളൂ. അപ്പം ആധികാരികമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട്, കേന്ദ്ര സർക്കാരിന്റെ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഒക്കെ വന്ന് ഒരു സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരു ബൂസ്റ്റാണ്. നമുക്ക് ഇഷ്ടംപോലെ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഓരോ ജില്ലയിലും മെഡിക്കൽ കോളേജ് വരെ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ജില്ലാ ആശുപത്രിയുടെ നിലവാരത്തിൽ നിന്ന് ഉയർന്നിട്ടില്ല. അപ്പൊ അതിനൊരു റോൾ മോഡലായിട്ട് ഒരു എയിംസ് വന്നാൽ ഇതിനെല്ലാം മാറ്റം വരുന്ന ഒരു സംവിധാനം ഉണ്ടാകും. അതാണ് എയിംസ് വന്നാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം. അപ്പൊ എയിംസ് അവിടെയാണോ ഇവിടെയാണോ എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെയാണ് എന്നാണ് പൊതുവെ BJP നേതാക്കളെല്ലാം പറയുന്നത്.
അതായത് തിരുവനന്തപുരത്താണ്. അത് തിരുവനന്തപുരത്ത് വന്നില്ലെങ്കിൽ ഏകദേശം എത്ര ഒരുപാട് സ്ഥലവും വേണം അല്ലേ? 200 ഏക്കർ 200 ഏക്കറാണ്. അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജിന്റെ അടുത്തൊക്കെ തുടങ്ങാമായിരുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെഡിക്കൽ കോളേജിന്റെ അടുത്തൊക്കെ തുടങ്ങാമായിരുന്നു. പക്ഷേ 200 ഏക്കർ സ്ഥലം അത് സർക്കാരിന്റെ തന്നെ വേണം. അത് ഡെസിഗ്നേറ്റഡ് ആയിട്ട് ഈ പർപ്പസിനായിട്ട് ഇടണം. എന്നിട്ട് കേന്ദ്രത്തിന് പ്രപ്പോസൽ കൊടുക്കണം. ഇപ്പോഴാണ് ഇപ്പം 10-25 വർഷമായപ്പോഴാണ് ആൾക്ക് ഇവിടെ പ്രപ്പോസൽ എങ്ങനെയാണ് അയക്കേണ്ടതെന്ന് തന്നെ പിടികിട്ടിയെന്ന് തോന്നുന്നു. കാരണം ഓരോ തവണ പ്രപ്പോസൽ അയക്കുമ്പോഴും ആ പ്രപ്പോസലിനകത്ത് ഓരോ കുഴപ്പങ്ങൾ കണ്ടുകയും അത് കേന്ദ്രം തിരിച്ചയച്ചിട്ട് വീണ്ടും അത് കറക്റ്റ് ചെയ്ത് അയക്കുമ്പോഴേക്കും അവിടെ വേറെ ആരെങ്കിലും എയിംസും കൊണ്ട് പോകും. ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അതിനൊക്കെ മാറ്റം വന്നത് ഇപ്പോഴാണ്. കോഴിക്കോട് മുതൽ ആലപ്പുഴ, തൃശ്ശൂര്, കോട്ടയം, തിരുവനന്തപുരം ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കാസർഗോഡ് വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിൽ അവസാനം 2 സ്ഥലത്തായിരിക്കാൻ വരാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ കോട്ടയം അല്ലെങ്കിൽ തിരുവനന്തപുരം. അമിത്ഷായുടെ മുൻപത്തെ വാഗ്ദാനം വെച്ചാണെങ്കിൽ തിരുവനന്തപുരത്തിന് മുൻഗണന ലഭിക്കേണ്ടതാണ്. അതിനുള്ള സാധ്യത കൂടുതലാണ്. സാറ് ഞാൻ ചോദിക്കണേ, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് തന്നെ അല്ലായിരുന്നു ആ ഒരു ഇടക്കാലം ഭരിച്ചിരുന്നത്? ഒരു പ്രാവശ്യം അത് BJP പ്രധാനമന്ത്രിയായപ്പോഴാണ് കോൺഗ്രസ് അതൊക്കെ ചോദിച്ച് കിട്ടുന്നത്. അത് 2ാം തവണ ഉമ്മൻചാണ്ടിയാണ് ഭരിച്ചത്. അതായത് മൻമോഹൻ സിംഗിന്റെ 2ാം ടൈം വന്നപ്പോൾ ആദ്യത്തെ ടൈമില് 2006 മുതൽ 2011 വരെ VS അച്യുതാനന്ദനായിരുന്നു. അന്ന് പ്രപ്പോസലൊക്കെ അയച്ചെങ്കിലും അതെല്ലാം കിട്ടാതെ ഒക്കെ ഇങ്ങനെ പോവുകയാണ് ചെയ്തത്. രണ്ടാമത് പക്ഷേ 2011 മുതൽ 2016 വരെ ഭരിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. 2014 വരെ അവിടെ 14-ലാണ് നരേന്ദ്രമോദി. 14 വരെ മൻമോഹൻ സിംഗ് അവിടെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഗവനിച്ചില്ല. നമുക്ക് കിട്ടേണ്ടതാണെന്നും കിട്ടിയില്ല. അത് വലിയൊരു 10 വർഷം മുമ്പേ നമുക്ക് കിട്ടേണ്ടതാണ്. 10-11 വർഷം മുമ്പേ നമുക്ക് കിട്ടേണ്ടതായിരുന്നു. അത് നടന്നില്ല. ഇപ്പം വീണ്ടും നമുക്ക് ഇന്ത്യയിൽ ഇപ്പം ശരിക്കും കേരള വേറെ എവിടെയൊക്കെ ഉണ്ട്? ഇപ്പൊ ഡൽഹിയിലൊക്കെ എയിംസ് ഉണ്ടല്ലോ. ഡൽഹിയിലുണ്ട്. മെയിൻ പിന്നെ ടൗണുകളിൽ പലയിടത്തും എയിംസ് ആയി. പിന്നെ 8ഓളം പ്രധാനപ്പെട്ട എയിംസുകൾ തന്നെ വന്നിട്ടുണ്ട്. അതിന് പുറമെ ഇപ്പൊ പുതിയത് പലതും അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ആ സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ തഴയപ്പെടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ദുഃഖത്തിലായിരുന്നു നമ്മൾ നിന്നിരുന്നത്. ആ ദുഃഖം ഇപ്പൊ പരിഹരിക്കാനായിട്ട് അവസരം ലഭിച്ചിട്ടുണ്ട്. ആ അവസരം നമ്മൾ മുതലാക്കിയാൽ ഇനിയും തർക്കം ഉണ്ടാക്കാതെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ തർക്കിച്ച് ഇനിയിപ്പം പിന്നെ വെള്ളൂര് വേണോ കാട്ടാക്കട വേണോ എന്നും പറഞ്ഞുകൊണ്ട് ഇനി അടിച്ചുകൊണ്ടിരുന്നാൽ അതും വേറെ ആരെങ്കിലും കൊണ്ടുപോകും. അതെ, കാട്ടാക്കട എട്ടുകാലത്തേരി ആ ഏരിയ ഡെവലപ്പ് ചെയ്യും. അത് പല ഗുണങ്ങളാണ്. ഒന്ന്, കേരളത്തിനും തമിഴ്നാടിനും ഒക്കെ ഗുണമായിട്ട് വരും ആ എയിംസ് വരുന്നത്. തെക്കൻ കേരളത്തിന് ഗുണമായിട്ട് വരും. അപ്പൊ കേരളത്തിനും തമിഴ്നാടിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു പ്രോജക്റ്റായിട്ട് അത് വരും. ഇപ്പോൾ BJPക്ക് മറ്റൊരു നേട്ടമുണ്ട്. തമിഴ്നാട്ടിൽ കന്യാകുമാരി, നാഗർകോവിൽ സ്ഥലങ്ങളിലൊക്കെ BJPക്ക് ഹോൾഡുള്ള സ്ഥലമാണ്. അപ്പോൾ കാട്ടാക്കട ഒരു എയിംസ് തുടങ്ങിയാൽ തിരുവനന്തപുരവും നെയ്യാറ്റിൻകരയും തിരുവനന്തപുരവും അതുപോലെ തന്നെ പിന്നെ തമിഴ്നാട് കന്യാകുമാരി ജില്ലയ്ക്കും ഒരു സപ്പോർട്ടായിട്ട് അവർക്കത് വ്യാഖ്യാനിക്കാവുന്നതാണ്. അപ്പോൾ അവർക്കെല്ലാം ആക്സസ് വരുന്ന ഒരു സെന്റർ അവിടെ ഉണ്ടാവും. ഭാവിയിൽ ഈ ബോർഡറിൽ ഒരു എയർപോർട്ട് ഉൾപ്പെടെ വരാൻ സാധ്യതയുണ്ട്. കാരണം തിരുവനന്തപുരം എയർപോർട്ടിന് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ 2ാമതൊരു എയർപോർട്ട് വന്നാൽ അത് തമിഴ്നാടും കേരളവും ചേർന്നൊരു എയർപോർട്ട് ഉണ്ടാക്കണം എന്ന് പല പ്രപ്പോസലുകൾ വന്നതാണ്. ശരിക്കും വിജയും VD സതീശനും ഒന്നിച്ചാൽ നമുക്ക് ബോർഡറിൽ ഒരു എയർപോർട്ട് വന്നാൽ അത് മറ്റൊരു നല്ല കാര്യമായിട്ടും വരാം. എയിംസ് ഒക്കെ വരുമ്പം തീർച്ചയായിട്ടും അതിനടുത്തൊരു എയർപോർട്ടൊക്കെ ന്യായമായും ആവശ്യപ്പെടാവുന്നതാണ്. അത് തമിഴ്നാടിന് താല്പര്യമായിരിക്കും. കേരളത്തിൻ്റെ താല്പര്യവും കൂടെ പരിഗണിച്ച് അതും അവിടെ വന്നു കഴിഞ്ഞാൽ ഈ റീജിയൻ്റെ കുറേ മാറ്റങ്ങൾക്ക് സാധ്യത കൂടുതലാണ്.